നേരത്തെ പറഞ്ഞ പോലെ ആ ചങ്ങമ്പുഴയുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം, ആ ഏകാന്ത വ്യക്തിത്വം കണ്ടെത്താൻ അന്നത്തെ കാലഘട്ടത്തിലെ കവികൾക്കൊന്നോ മറ്റു നിരൂപകർക്കോ കണ്ടെത്തുന്നില്ല, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സജയാദികൾ ഒരു പരിഹാസിദ്യോതികമായ വിധത്തിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ചങ്ങമ്പുഴയുടെ രമണൻ എടപ്പള്ളിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്രിയയായിട്ടാണ് എത്തിയത്. എന്നാൽ വാസ്തവത്തിൽ അതല്ല. എടപ്പള്ളിയുടെ മരണത്തെപ്പറ്റി ബാഷ്പാജിയുടെ കവിതയുണ്ട്, തകർന്ന മുരളിയും പറഞ്ഞത്. സ്പന്ദിക്കുന്ന അസ്ഥിമാരം തുടങ്ങിയ കവിതകളിലും സ്വന്തം വ്യക്തിത്വം ശ്രദ്ധിച്ചിട്ടുണ്ട്. രമണൻ കൃതിക്ക് സവിശേഷത മലയാളത്തിൽ ഒരു പുതിയ കവിപ്രസ്ഥാനം തുടങ്ങി വെച്ച സംഗതിയാണ്. അതുകൊണ്ടാണ് രമണനെ ചങ്ങമ്പുഴ കൃതികളിലേക്ക് വേറിട്ട എടുക്കുന്ന ഒരു കൃതിയാണ്. ചങ്ങമ്പുഴയുടെ മറ്റ് കൃതികളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ മനോഹരമായ ഒരു രീതിയാണ് രമണനുള്ളത്. എന്നാൽ മറ്റൊരു കൃതികൾക്ക് ധാരാളം ലിറിക്കുകൾ, സോണറ്റുകൾ ഇതിലൊക്കെ ഉള്ള ഒരു കവി ചങ്ങമ്പുഴ അനുസരണമാണ്.